അഭിമന്യുവിൻ്റെ തലയ്ക്ക് മുകളിൽ നിന്നും കാർമേഘങ്ങൾ വിട്ടുപോകുന്നില്ല. വിഷപ്പാമ്പിനെ തന്നെയാണ് അഭിമന്യുവും അമ്മയും ചേർന്ന് എടുത്ത് കഴുത്തിലിട്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് ദിവ്യപ്രഭയെക്കുറിച്ചാണ്. പ്രതികാരദാഹിയായ ഒരു രക്തരക്ഷസായി മാറിയിരിക്കുകയാണ് ദിവ്യപ്രഭ ഇപ്പോൾ. ലക്ഷ്യം ഒന്നേയുള്ളൂ, തൻ്റെ അച്ഛനെ കൊന്ന ആളുടെയും കുടുംബത്തിൻ്റെയും സർവനാശം. അഭിമന്യു കരുതിക്കൂട്ടി തന്നെ ചതിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് ദിവ്യപ്രഭ വിശ്വസിക്കുന്നത്. എന്തായാലും ദിവ്യപ്രഭയുടെ അച്ഛൻ്റെ കൊലപാതകത്തെക്കുറിച്ച് പല ചുരുളുകളും ഇനിയും അഴിയാനുണ്ട്. ഒപ്പം അഭിമന്യുവിൻ്റെ അച്ഛനെക്കുറിച്ചും. അഭിമന്യു അമൃത പ്രണയവും ദിവ്യപ്രഭ ഒരു തടസ്സമായി മാറും. അമൃതയോട് അഭിമന്യുവിനൊരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് നേരത്തെ തന്നെ ദിവ്യപ്രഭ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇരുവരുടെ പ്രണയം തകർക്കാൻ അഭിമന്യുവിനോട് വീണ്ടും കപട സൗഹൃദം സ്ഥാപിക്കാനും ദിവ്യപ്രഭ മടിക്കില്ല. എന്തായാലും അഭിമന്യുവിൻ്റെ ജീവിതം തകരുന്നതോടെ അമൃതയ്ക്കും മനസമാധാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാത്തിരുന്ന് കാണാം പഞ്ചാഗ്നിയുടെ പുതിയ വിശേഷങ്ങൾക്കായി. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഗുഡ് ബൈ.